وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل فيه لأحد شيئا. أما بعد, സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയുടെ തഫ്സീറിൽ 24 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ആയത്തിൻ്റെ അവസാനം റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തെക്കുറിച്ച് പറയുകയും ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ, കാഫിറുകൾക്ക് വേണ്ടി അത് ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്നു എന്ന് താക്കീത് നൽകുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ മനോഹരമായ ശൈലിയാണ് ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന കാര്യം സൂചിപ്പിക്കുക എന്നത്. അതാണ് ഖുർആനിനെ അള്ളാഹു സൂറത്ത് വസ്സുമറിൽ മഥാനി എന്ന് വിശേഷിപ്പിച്ചത്. കിതാബം മുത്തശാബിഹം മഥാനി. ഈ കിതാബ് മുത്തശാബിഹായ കിതാബാണ്. മുത്തശാബിഹ് എന്നാൽ ഇതിൽ ആയത്തുകൾ പരസ്പരം സാദൃശ്യമുള്ളതാണ്, പരസ്പരം എതിരല്ല, വൈരുദ്ധ്യമില്ല. കിതാബം മുത്തശാബിഹം മഥാനി. അതുപോലെ മഥാനിയാണ്. മഥാനി എന്നാൽ അതിൻ്റെ ആ ഉദ്ദേശം ഈ പറഞ്ഞതാണ്. അഥവാ സ്വർഗം അള്ളാഹു പറഞ്ഞാൽ നരകത്തെക്കുറിച്ച് പറയും, മുസ്ലിമീങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ കാഫിറുകളെക്കുറിച്ച് പറയും, മുഅ്മിനുകളെക്കുറിച്ച് പറഞ്ഞാൽ മുനാഫിക്കുകളെക്കുറിച്ച് പറയും. ഈ രൂപത്തിൽ ഈ ഖുർആനിൻ്റെ സവിശേഷതയാണ് മഥാനി എന്ന് സൂറത്തു സുമറിൽ അള്ളാഹു വിശേഷിപ്പിച്ചത്. കിതാബൻ മുത്തശാബിഹം മഥാനി. നോക്കൂ, ഇവിടെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, വബശ്ശിരിൽ ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖു മിൻഹാ മിൻ ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. وبشر, ونبيه സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ആമനു, വിശ്വസിച്ചവരാരോ അവർക്ക്, വആമിലു, പ്രവർത്തിക്കുകയും ചെയ്തവർക്ക്, അസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ, അള്ളാഹുവിലും അവൻ്റെ ദീനിലും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ മുഴുവനും വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അന്ന ലഹും ജന്നാത്ത്, അവർക്ക് സ്വർഗമുണ്ട് എന്ന്. അള്ളാഹുവിങ്കൽ അവൻ്റെ അരികിൽ റബ്ബ് അവർക്ക് സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നു എന്ന്. തജ്രി, ഒഴുകുന്നു, മിൻ തഹ്തിഹ, അതിൻ്റെ താഴ്ഭാഗത്തുകൂടെ, അൽ അൻഹാർ, അരുവികൾ ഒഴുകുന്നു. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ അള്ളാഹു നിയോഗിച്ചത് ബഷീറും നദീറുമായിക്കൊണ്ടാണ്. ബഷീർ എന്നാൽ ബിഷാറത്ത് അറിയിക്കുന്നവർ, സന്തോഷ വാർത്ത അറിയിക്കുന്നവർ. നദീർ എന്നാൽ താക്കീത് നൽകുന്നവർ. അള്ളാഹു ഈ ആയത്തിൽ പറയുന്നു ബഷീർ, സന്തോഷ വാർത്ത അറിയിക്കുക. സന്തോഷ വാർത്തക്ക് ബിഷാറ എന്ന് പറയും. ആ പേര്, ആ പദം അതിന് വരാനുള്ള കാരണം ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. കാരണം അത് മനുഷ്യൻ്റെ ബഷറത്തിൽ, ബഷറത്ത് എന്നാൽ മനുഷ്യൻ്റെ തൊലി, ആ തൊലിയിൽ അത് കേൾക്കുമ്പോൾ മാറ്റമുണ്ടാകും, ബഷറത്തിൽ അതിൻ്റെ ചലനമുണ്ടാകും. അതുകൊണ്ടാണ് സന്തോഷ വാർത്തക്ക് ബിഷാറ
എന്ന് പേര് വന്നിട്ടുള്ളത്. വബശ്ശിർ, സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത്, ഈമാനിൻ്റെ സാലിഹായ അമലുകളുടെ ആളുകൾക്ക്. നോക്കൂ, അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് മുഅ്മിനുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നത്. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഇതിൻ്റെ നേർ വിപരീതമായ ദുഃഖം, ഹുസ്ൻ എന്നത് ഒരിക്കലും മുഅ്മിനുകളുടെ കാര്യത്തിൽ അള്ളാഹു പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അലിമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഹുസ്ൻ, ദുഃഖം, ഹസൻ എന്നും പറയാറുണ്ട്. ഇത് ഖുർആനിലും സുന്നത്തിലും ഒരിക്കലും തന്നെ പ്രോത്സാഹനത്തിൻ്റെ ശൈലിയിൽ വന്നിട്ടേയില്ല. മറിച്ച് നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിൽ, എതിർക്കുന്ന രൂപത്തിൽ മാത്രമേ ദുഃഖം വന്നിട്ടുള്ളൂ. കാരണം ദുഃഖം മനുഷ്യനെ പിന്നോട്ടടിപ്പിക്കും, അവൻ്റെ ജോലികൾ മുടക്കും. പിശാചിനെ കുറിച്ച്, ശൈത്താനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഇന്നമൻ നജ്വാ മിനശ് ശൈത്താനി ലിയഹ്സുനല്ലദീന ആമനു. ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഗൂഢമായ അവരുടെ സംഭാഷണങ്ങൾ ശൈത്താനിൽ നിന്നാണ്. ലിയഹ്സുനല്ലദീന ആമനു, മുഅ്മിനുകളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയാണത്. ശൈത്താൻ്റെ പ്രവർത്തനമായി, അവൻ്റെ ലക്ഷ്യങ്ങളിലൊന്നായി അള്ളാഹു മുഅ്മിനുകൾക്ക് ദുഃഖമുണ്ടാക്കുക എന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അള്ളാഹുവെ, ഹമ്മിൽ നിന്നും ഹസനിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടും. ഹം എന്നാൽ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ആശങ്കയാണ്, ബേജാറാണ്. ഹസൻ എന്നാൽ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുള്ള സങ്കടവും വ്യസനവുമാണ്. ഇത് രണ്ടിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. എന്നാൽ ദുഃഖം ഉണ്ടാവുക എന്നത് മനുഷ്യ പ്രകൃതിയാണ്. മനുഷ്യൻ്റെ പ്രകൃതിയാണ് ദുഃഖമുണ്ടാവുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹീം 1.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ, മുലകൂടി മാറാത്ത പ്രായത്തിൽ മരണപ്പെട്ടപ്പോൾ പറയുകയുണ്ടായി, ഇന്നൽ ഖൽബ യഹ്സൻ വൽ ഐന തജ്മഅ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന. ഇന്നൽ ഖൽബ യഹ്സൻ, ഖൽബിൽ ദുഃഖമുണ്ടാകും. വൽ ഐന തജ്മഅ, കണ്ണുകൾ നിറയും. വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന, എന്നാൽ നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതല്ലാതെ ഒന്നും നമ്മൾ പറയുകയില്ല. വ ഇന്ന ബിഫിറാഖിക യാ ഇബ്രാഹീമു ലമഹ്സൂനൂൻ, ഇബ്രാഹീം, നിൻ്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. നോക്കൂ, മുഅ്മിനുകളോട് സന്തോഷിക്കാൻ അള്ളാഹു പറഞ്ഞത് കാണാം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അള്ളാഹുവിൻ്റെ ഫദ്ലിൽ, അവൻ്റെ ഔദാര്യത്തിൽ, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ, അവൻ്റെ റഹ്മത്തിൽ, ഇത് രണ്ടും കാരണത്താൽ മുഅ്മിനുകൾ സന്തോഷിക്കട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം പറയുകയുണ്ടായി, അള്ളാഹുവിനെ കൊണ്ടുള്ള സന്തോഷം അതാണ് ഏറ്റവും വലുത്. അവൻ്റെ ഫദ്ല് കൊണ്ടും റഹ്മത്തും കൊണ്ടുമുള്ള സന്തോഷം അതിന് കീഴെ വരുന്നതാണ്. ഈ അർത്ഥത്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിൽ അകപ്പെട്ട സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ലാ തഹ്സൻ, ദുഃഖിക്കരുത്. ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അഥവാ അള്ളാഹു കൂടെയുണ്ട് എന്നതിനാൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. അള്ളാഹു കൂടെയുണ്ട് എന്നതിൽ മുഅ്മിനുകൾക്ക് സന്തോഷമുണ്ടാകണം. റബ്ബ് കൂടെയുണ്ടോ ഒരുവൻ ദുഃഖിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ സാലിഹായ അമലുകളുടെ ഈമാനിൻ്റെ പേരിൽ അവർ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും റബ്ബ് അറിയിച്ച സന്തോഷ വാർത്ത ലഭിക്കാൻ പ്രയത്നിക്കുകയും ചെയ്യുക. എന്നാൽ മുഅ്മിനിൻ്റെ ഹൃദയം എപ്പോഴും ഖൗഫിനും റജായിനും മധ്യേ ആയിരിക്കണം. അതായത് പ്രതീക്ഷക്കും ഭയപ്പാടിനും മധ്യേ ആയിരിക്കണം. വബശ്ശിരില്ലദീന ആമനു, മുഅ്മിനുകൾക്ക് സാലിഹായ അമൽ ചെയ്തവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അന്ന ലഹും ജന്നാത്ത്, അവർക്കുണ്ട് ജന്നാത്ത്. ജന്നാത്ത് എന്നാൽ സ്വർഗത്തോപ്പുകൾ. സ്വർഗത്തെ ജന്ന എന്ന ഏകവചനത്തിലും അതുപോലെ ജന്നാത്ത് എന്ന ബഹുവചന പ്രയോഗത്തിലും പരിശുദ്ധ ഖുർആനിൽ കാണാം. കാരണം സ്വർഗം അത്
പല അതിൽ പല ദാറുകളുണ്ട്. സ്വർഗം ഒരേ പദവിയല്ല, മറിച്ച് പല പദവികളുണ്ട്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ, ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, ജന്നതാനി മിൻ ദഹബ് ആനിയതുഹുമാ വമാ ഫീഹിമാ വജന്നതാനി മിൻ ഫിദ്ദ ആനിയതുഹുമാ വമാ ഫീഹിമാ. സ്വർണം കൊണ്ടുള്ള രണ്ട് സ്വർഗങ്ങൾ, ആനിയതുഹുമ അതിലെ പാത്രങ്ങളും, വമാ ഫീഹിമ അതിലുള്ളതുമെല്ലാം, വജന്നതാനി മിൻ ഫിദ്ദ വെള്ളി കൊണ്ടുള്ള രണ്ട് സ്വർഗങ്ങൾ, ആനിയതുഹുമ വമാ ഫീഹിമ അതിലെ പാത്രങ്ങളും അതിലുള്ളതുമെല്ലാം. അവർക്കും റബ്ബിനെ കാണുന്നതിനുമിടയിൽ എന്തേ ബാക്കിയുള്ളൂ? ഇല്ലാ റിദാഉൽ കിബ്രിയ, അള്ളാഹുവിൻ്റെ വലിപ്പത്തിൻ്റെ തട്ടം, അതുമാത്രമേ ബാക്കിയുള്ളൂ. അതവൻ നീക്കുന്നു. ആ മറ നീക്കിയാൽ അവർ അവരുടെ റബ്ബിനെ നോക്കിക്കാണും. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സ്വർഗങ്ങൾ, സ്വർണത്തിൻ്റെ രണ്ട് സ്വർഗങ്ങൾ വെള്ളിയുടെ എന്ന് പറഞ്ഞത് കാണാം. ഇതിലെല്ലാം ഉള്ള പാഠം സ്വർഗം ഒരേ ദറജയല്ല, മറിച്ച് പല ദറജകൾ അതിനുണ്ട് എന്നതാണ്. അവർക്ക് സ്വർഗത്തോപ്പുകളുണ്ട്. മാത്രമല്ല, ഒരു മുഅ്മിൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ കണ്ണെത്ത ദൂരത്തോളമാണ് അവൻ്റെ സാമ്രാജ്യത്തെ നോക്കിക്കാണുക. അവൻ്റെ കൊട്ടാരങ്ങളും അവനുള്ളതും അവൻ്റെ പരിചാരകരുമെല്ലാം, അവരെല്ലാം അവൻ നോക്കുക കണ്ണെത്ത ദൂരത്തായിരിക്കും. ഏറ്റവും ഒടുവിൽ അവിടെ പ്രവേശിച്ചവൻ പോലും. അവർക്ക് സ്വർഗമുണ്ട്. തജ്രി ഒഴുകുന്നു മിൻ തഹ്തിഹാ, അതിൻ്റെ താഴ്ഭാഗത്തുകൂടെ, അൽ അൻഹാർ അരുവികൾ ഒഴുകുന്നു. താഴ്ഭാഗത്തുകൂടെ എന്ന് പറഞ്ഞാൽ അവരുടെ കൊട്ടാരങ്ങൾക്ക് താഴ്ഭാഗത്തുകൂടെ. എന്നാൽ ഭൂമിയിലെ നദികൾ പോലെ കുഴികളിൽ, കിടങ്ങുകളിൽ അല്ല സ്വർഗത്തിലെ നദികൾ ഒഴുകുക, മറിച്ച് അത് മുകൾ ഭാഗത്തുകൂടെയാണ് ഒഴുകുക. ഭൂമിയിലെ നദികളുടെ പ്രത്യേകത എന്താണ്? അതിൽ ആഴമുണ്ടാവും. അതിലൊരാൾ വീണാൽ അതിൽ മുങ്ങും, അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിലെ ഭാഗങ്ങൾ അതിൽ താഴും. സ്വർഗീയ നദികൾ അങ്ങനെയല്ല. അത് സ്വർഗത്തിൽ മുകൾ പരപ്പിലൂടെ ഒഴുകും. അതിന് കുഴിയോ കിടങ്ങോ ഉണ്ടാവുകയില്ല. പിന്നെ താഴെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? അവിടെയുള്ള കൊട്ടാരങ്ങൾക്ക് താഴ്ഭാഗത്തുകൂടെ എന്നാണ്. അവിടെ അൻഹാർ ഒഴുകും. ഈ അൻഹാർ, ഈ നദികൾ മുഅ്മിനുകൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് അവർ ഒഴുക്കുമെന്നാണ്. അതുപോലെ അതിൻ്റെ ഉത്ഭവം അള്ളാഹുവിൻ്റെ അർശിന് കീഴെ നിന്നാണ്. സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നദികൾ വിശദീകരിച്ച് പറഞ്ഞത് കാണാം. അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിനിൻ, അത് യാതൊരു കലർപ്പുമില്ലാത്ത വെള്ളത്തിൻ്റെ അരുവികളാണ്. അതുപോലെ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചി മാറിയിട്ടില്ലാത്ത പാലിൻ്റെ അരുവികൾ. വൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് രുചിയുള്ള മദ്യത്തിൻ്റെ അരുവികൾ. അതുപോലെ മിൻ അസലിൻ മുസഫ, ശുദ്ധമായ തേനിൻ്റെ അരുവികൾ. കാലികളുടെ അകിടിൽ നിന്ന് വരുന്ന പാലല്ലാതെ, തേനീച്ചയിൽ നിന്ന് എടുക്കുന്ന തേനുമല്ല. അതുപോലെ ആളുകൾക്ക് തലവേദനയോ അതല്ല എങ്കിൽ ലഹരിയോ ബാധിക്കുന്ന മദ്യവുമല്ല, മറിച്ച് സ്വർഗീയമായ അരുവികളാണതെല്ലാം. കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തി റിസ്ഖ, കുല്ലമാ റുസിഖു അവർക്ക് നൽകപ്പെട്ടാൽ, ഭക്ഷണമായി നൽകപ്പെട്ടാൽ, മിൻഹ അതിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന്, മിൻ സമറത്തിൻ റിസ്ഖൻ അതിലേതെങ്കിലും പഴത്തിൽ നിന്ന് അവർക്ക് റിസ്ക് നൽകപ്പെട്ടാൽ, ഖാലു അവർ പറയും, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ, ഹാദല്ലദീ ഇത് ആണല്ലോ, റുസിഖ്ന ഞങ്ങൾക്ക് നൽകപ്പെട്ടത്, മിൻ ഖബ്ൽ നേരത്തെ നൽകപ്പെട്ടതാണല്ലോ. വ ഉതൂബിഹി യഥാർത്ഥത്തിൽ അവർക്കത് നൽകപ്പെട്ടിരിക്കുന്നു, മുതശാബിഹൻ പരസ്പര സാദൃശ്യമുള്ളതായി, അത് ഒന്നല്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ മനോഹാരിതയിൽപ്പെട്ടതാണ്. ഒരേ നിറത്തിൽ, ഒരേ വലിപ്പത്തിൽ, ഒരേപോലെ ഭംഗിയുള്ള പഴങ്ങൾ. അത് കണ്ടാൽ അവർക്ക് തോന്നും ഇത് ഒന്നാണ് എന്ന്. പക്ഷെ ഓരോന്നിനും അങ്ങേയറ്റം വ്യത്യസ്തമായ, അങ്ങേയറ്റം രുചികരമായ സ്വാദായിരിക്കും ഉണ്ടാവുക. ഇത് സ്വർഗത്തിൻ്റെ ഭംഗിയിൽപ്പെട്ടതാണ്, സ്വർഗത്തിലെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. അതായത് ഒരുപോലെയുള്ള, ഒരേ നിറത്തിൽ, ഒരേ വലിപ്പത്തിൽ ഉള്ള പഴങ്ങൾ ലഭിക്കും. എന്നാൽ അതിൽ ഓരോന്നിനും
അങ്ങേയറ്റം വ്യത്യാസമുള്ള അതീവ രുചികരമായ സ്വാദായിരിക്കും ഉണ്ടാവുക. ഇത് സ്വർഗത്തിൻ്റെ മനോഹാരിതയിൽപ്പെട്ടതാണ്. നോക്കൂ, ഇവിടെ ഉള്ള പഴങ്ങളിൽ പലതിൻ്റെയും പേരുകൾ അള്ളാഹു സ്വർഗത്തിലെ പഴങ്ങളായി പറഞ്ഞിട്ടുണ്ട്. ഫീഹിമ ഫാക്കിഹത്തുൻ വനഖ്ലുൻ വറുമ്മാൻ, അവിടെ പഴങ്ങളുണ്ട്, അതുപോലെ ഈത്തപ്പഴമുണ്ട്, റുമ്മാനുണ്ട്. എന്നാൽ സലഫുകൾ പറഞ്ഞത് കാണാം, ഇതെല്ലാം ദുനിയാവിലുള്ള പേരുകൾ മാത്രമാണ്. ദുനിയാവിൽ ഈ പേരുകൾ ആണ് അത്. എന്നാൽ ഹഖീഖത്ത്, അത് കഴിക്കുമ്പോൾ അനുഭവിക്കുമ്പോഴുള്ള ആസ്വാദനവും അതിൻ്റെ രുചിയുമെല്ലാം തീർത്തും വ്യത്യസ്തമാണ്. അള്ളാഹു അവിടെ ഉള്ള ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം അവരുടെ സന്തോഷം പൂർത്തീകരിക്കുന്ന, അത് മനോഹരമാക്കി തീർക്കുന്ന അവരുടെ ഇണകളെക്കുറിച്ചാണ് ഈ ആയത്തിൽ അടുത്തതായി പറയുന്നത്. വലഹും ഫീഹ, അവർക്കവിടെ ഉണ്ടായിരിക്കും അസ്വാജുൻ, ഇണകൾ ഉണ്ടായിരിക്കും, മുതഹറത്തുൻ, പരിശുദ്ധരായ ഇണകൾ, തഹാറത്തിൽ എല്ലാ നിലക്കുമുള്ള ഇണകൾ, അഥവാ അവരുടെ ശരീരം ശുദ്ധമായിരിക്കും. ദുനിയാവിലെ മനുഷ്യർക്കുള്ള, സ്ത്രീകൾക്കുള്ള മ്ലേച്ഛതകളോ വൃത്തികേടുകളോ നജസുകളോ അവരുടെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല. ദുനിയാവിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായി ഉണ്ടാകുന്ന ഹൈദ് പോലെ, ആർത്തവം പോലെ ഉള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവുകയില്ല. അതുപോലെ ദുനിയാവിൽ ആളുകൾക്ക് അവരുടെ ശരീരം നജസ് വഹിക്കുന്നതാണ്. ദുനിയാവിൽ മനുഷ്യൻ്റെ ശരീരം നജസ് വഹിക്കുന്ന ശരീരമാണ്. അവർ മലമൂത്ര വിസർജനം നടത്തുന്നുണ്ട്. എന്നാൽ പരലോകത്ത്, സ്വർഗത്തിൽ അതുണ്ടാവുകയില്ല. അവിടെയുള്ള സ്ത്രീകൾക്ക് ഹൈദ് ഉണ്ടാവുകയില്ല, അതുപോലെ നിഫാസ് ഉണ്ടാവുകയില്ല, കാരണം അവരവിടെ പ്രസവിക്കുകയില്ല. സ്വർഗക്കാർക്ക് മക്കൾ ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അവരെങ്ങാനും മക്കളെ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അപ്പോൾ അവർക്ക് മക്കളെ ലഭിക്കുമായിരുന്നു. പക്ഷെ അവിടെ മക്കൾ ഉണ്ടാവുകയില്ല. മറിച്ച് ഇവിടെയുള്ള മുഅ്മിനുകളായ സന്താനങ്ങളെ അള്ളാഹു അവൻ്റെ റഹ്മത്തിനാൽ, അവൻ്റെ ഫദ്ലിനാൽ സ്വർഗത്തിൽ അവരോട് ചേർത്ത് കൊടുക്കും. വല്ലദീന ആമനു വത്തബഅത്ഹും ദുർരിയത്തുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സൂറത്തു തൂറിൽ അള്ളാഹു പറഞ്ഞു, മുഅ്മിനുകളെ, ഈമാനിൽ അവരെ പിൻപറ്റി അവരെ മക്കളെ അള്ളാഹു സ്വർഗത്തിൽ അവരോട് ചേർത്ത് കൊടുക്കും. മക്കൾ മാതാപിതാക്കളുടെ അത്ര നന്മയിൽ മുന്നേറിയില്ല എങ്കിലും ഈ മാതാപിതാക്കളോട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനാൽ അവർക്ക് പ്രിയപ്പെട്ടവരെ അള്ളാഹു അവരോട് ചേർത്ത് കൊടുക്കും. ഇങ്ങനെ പറഞ്ഞപ്പോൾ ചില ആളുകൾക്കെങ്കിലും തോന്നാനിടയുണ്ട്, മാതാപിതാക്കളുടെ നന്മ കൊണ്ട് മക്കൾക്ക് പദവികൾ അധികം ലഭിക്കുന്നത് പോലെ തിന്മകൾ മറ്റൊരാളുടേത് ആർക്കെങ്കിലും ലഭിച്ചു പോകുമോ? ഉടനെ അള്ളാഹു പറഞ്ഞു, കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. ഓരോരുത്തരും അവൻ സമ്പാദിച്ചതിൻ്റെ പണയ വസ്തുവാണ്. സ്വന്തം തെറ്റുകളല്ലാതെ മറ്റൊരാളുടെ തെറ്റും ഒരാളും വഹിക്കേണ്ടി വരികയില്ല. ലഹാ തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്ത്. അള്ളാഹു പഴയ ഉമ്മത്തുകളെ കുറിച്ച് പറഞ്ഞു, തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്ത്, കഴിഞ്ഞുപോയ ഒരു ഉമ്മത്താണത്. ലഹാ മാ കസബത് വലക്കും മാ കസബ്തും. അവർക്ക് അവർ ചെയ്തത്, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതും. നോക്കൂ, സ്വർഗവാസികളുടെ ഇണകൾ അങ്ങേയറ്റം പരിശുദ്ധരാണ്. അവരുടെ ശരീരം ശുദ്ധമാണ്, അതുപോലെ അവരുടെ ഹൃദയങ്ങളും ശുദ്ധമാണ്. അവരുടെ ഹൃദയങ്ങളിൽ ആരോടെങ്കിലും പ്രയാസമോ വിദ്വേഷമോ അസൂയയോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. മറിച്ച് അവർ ശുദ്ധമായ ഹൃദയങ്ങളുള്ളവരായിരിക്കും. നോക്കൂ, മുഅ്മിനുകളുടെ സ്വർഗത്തിലെ ഇണകൾ എന്ന് പറഞ്ഞാൽ അവർ രണ്ടു കൂട്ടരാണ്. ഒന്ന്, ദുനിയാവിൽ മുഅ്മിനാത്തുകളായി ജീവിച്ചു മരിച്ച സ്ത്രീകൾ. രണ്ടാമത്തത് ഹൗറുൻ ഐൻ, സ്വർഗത്തിൽ അള്ളാഹു പ്രത്യേകമായി സൃഷ്ടിച്ച സ്വർഗീയ വനിതകൾ, സ്വർഗസ്ത്രീകൾ. രണ്ടും രണ്ടാണ്. ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട് സ്വർഗത്തിലെത്തുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ ഹൂറുൻ ഐൻ എന്ന് അറിയപ്പെടുന്ന അള്ളാഹു സ്വർഗത്തിൽ പ്രത്യേകമായി സൃഷ്ടിക്കുന്ന സ്ത്രീകളുമുണ്ട്. ഈ രണ്ടു കൂട്ടരിൽ ആരാണ് ശ്രേഷ്ഠർ? പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം,
ദുനിയാവിൽ മുഅ്മിനുകളായി മുഅ്മിനാത്തുകളായി അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചു മരിച്ച സ്ത്രീകളാണ് ഹൂറുൻ ഐനേക്കാൾ ശ്രേഷ്ഠർ എന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹു അലം. കാരണം അവർക്ക് ഈ ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ചു ജീവിച്ചു, ഇവിടെയുള്ള പരീക്ഷണങ്ങൾ സഹിച്ചു എന്ന ശ്രേഷ്ഠത അധികമായുണ്ട്. എന്നാൽ ഹൂറുൻ ഐൻ അവരെ അള്ളാഹു അവിടെ സ്വർഗത്തിൽ പ്രത്യേകമായി സൃഷ്ടിക്കുകയാണ്. അവിടെയുള്ള പരിചാരകരായ കുട്ടികളെ പോലെ അവരെ അള്ളാഹു പ്രത്യേകമായി സൃഷ്ടിച്ചതാണ്. അവരാകട്ടെ കോപ്പകളുമായി പാനപാത്രങ്ങളുമായി മുഅ്മിനുകൾക്കിടയിൽ ചുറ്റി നടന്നുകൊണ്ടിരിക്കും, അവർക്ക് ഈ ഭക്ഷണപാനീയങ്ങൾ നൽകിക്കൊണ്ട്. അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞു, ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅ്ലുഅൻ മൻഥൂറ, വിതറിയ മുത്തുകൾ എന്നതുപോലെ നിനക്കവരെ തോന്നിപ്പോകും, ആ ചെറിയ കുട്ടികളെ. കാരണം ഭക്ഷണം എത്ര മനോഹരമാണ് എങ്കിലും അത് വിളമ്പുന്ന പാത്രങ്ങൾ നല്ലതായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം. ഇത് രണ്ടും നന്നായാലും അത് കൊണ്ടുവന്ന് തരുന്ന ഒരാൾ വൃത്തിയില്ലാത്തൊരു മനുഷ്യനാണെങ്കിലോ, ദുർഗന്ധം വമിക്കുന്ന ചെളി പുരണ്ടിട്ടുള്ള മോശമായ അവസ്ഥയിലുള്ള ഒരാളാണ് അത് കൊണ്ടുവരുന്നതെങ്കിലോ, കൊണ്ടുവരുന്ന ഭക്ഷണം എത്ര നല്ലതാണെങ്കിലും ആ കാഴ്ച ഒരാളുടെ ഭക്ഷണത്തെ, അയാളുടെ ആ ആസ്വാദനത്തെ ബാധിക്കും. ഇത് കൊണ്ടുവന്ന് തരുന്നവരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅ്ലുഅൻ മൻഥൂറ, അവർ നീ കണ്ടാൽ വിതറിയ മുത്തുകൾ എന്നതുപോലെ തോന്നിപ്പോയി. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, ശാശ്വത ജീവിതം നൽകപ്പെട്ട കുട്ടികൾ അവർക്കിടയിൽ ചുറ്റി നടന്നുകൊണ്ടിരിക്കും. അവരുടെ പരിചാരകനാണവർ, അവർക്ക് ഭക്ഷണവും അതുപോലെ പാനീയവും കൊണ്ടുകൊടുക്കുന്നവരാണവർ. അള്ളാഹു ഈ മനോഹരമായ കാഴ്ച അവിടെ സ്വർഗത്തിൽ നിറച്ചിരിക്കുന്നു. അത് അങ്ങനെയുള്ള മുൽക്കാണ്. വഇദാ റഅയ്ത ഫമ്മ റഅയ്ത നഈമൻ വമുൽക്കൻ കബീറ, നീ അവിടെ എത്തിയാൽ, സ്വർഗം നീ കണ്ടാൽ ഒരു നഈമാണ് അവിടെ കാണുക. മുൽക്കൻ കബീറ, ഒരു വലിയ സാമ്രാജ്യമാണ് നീ അവിടെ കാണുക. പറഞ്ഞു വന്നത് സ്വർഗവാസികളുടെ ഇണകളെക്കുറിച്ചാണ്. അവർ മുത്തഹറത്താണ് എന്ന് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു. മുത്തഹറത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം ശുദ്ധമാണ്, അതുപോലെ അവരുടെ ഹൃദയവും ശുദ്ധമാണ്, മനസ്സും ശുദ്ധമാണ്. ശരീരത്തിൽ ദുനിയാവിൽ മ്ലേച്ഛതകൾ ഉണ്ടാവുകയില്ല, അതുപോലെ മനസ്സിലെ മ്ലേച്ഛതകളും ഉണ്ടാവുകയില്ല. എന്നു മാത്രമല്ല, ഓരോ തവണ അവരുടെ ഇണകളുമായി അവർ ഇണചേർന്ന് കഴിയുമ്പോഴേക്കും വീണ്ടും അവർ കന്യകകളായിത്തീരും എന്നാണ്. വീണ്ടും അവർ വീണ്ടും ബിക്റുകളായി അഥവാ കന്യകകളായി മാറും എന്നാണ്. സ്വർഗത്തിലാകട്ടെ അസബായി അഥവാ ഇണയില്ലാതെ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ഉണ്ടാവുകയില്ല. ഇണയില്ലാതെ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ അവിടെ ഉണ്ടാവുകയില്ല. ദുനിയാവിൽ ഒരാൾ ഭാര്യയില്ലാതെ മുഅ്മിനായി ജീവിച്ചു മരിച്ചാലും, ഒരു സ്ത്രീ ഭർത്താവില്ലാതെ ജീവിച്ചു മരിച്ചാലും സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇണകളെ ചേർത്ത് നൽകുന്നതാണ്. എന്നാൽ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇണകളെ വർണ്ണിച്ചിട്ടുള്ളത് ആരെ മാത്രമാണ്? സ്ത്രീകളെ മാത്രമാണ്. അതല്ലാതെ പുരുഷനെ അവരുടെ ശരീരമോ സൗന്ദര്യമോ വർണ്ണിച്ചത് കാണുകയില്ല. എല്ലാം അറിയുന്നവനായ ഹക്കീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഖുർആനിൽ അങ്ങനെയാണുള്ളത്. അങ്ങനെ അതിൻ്റെ ഹിക്മത്ത് നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അതേറ്റവും സത്യമാണെന്ന് വിശ്വസിക്കുക. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, സ്ത്രീ സൗന്ദര്യം ആണ് വർണ്ണിക്കപ്പെടുക. അത് വർണ്ണിക്കുക എന്നത് പുരുഷൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടാക്കുന്ന കാര്യമാണ്. അതേസമയം സ്ത്രീകളുടെ കാര്യം അങ്ങനെയല്ല. മനസ്സിലായില്ലേ? സ്ത്രീകൾക്ക് മോഹം ജനിപ്പിക്കാൻ വേണ്ടി പുരുഷൻ്റെ ശരീരവർണ്ണന നടത്തുക എന്ന ഒരു രീതിയില്ല. കാരണം പുരുഷൻ്റെ ശാരീരിക പ്രകൃതി വേറെയാണ്, സ്ത്രീയുടെ ശാരീരിക പ്രകൃതി വേറെയാണ്. പുരുഷൻ്റെ മാനസിക പ്രകൃതി വേറെയാണ്, സ്ത്രീയുടെ മാനസിക പ്രകൃതി വേറെയാണ്. പുരുഷൻ്റെ ലൈംഗിക മോഹങ്ങളിൽ വ്യത്യാസമുണ്ട്, സ്ത്രീയുടെ മോഹങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇതറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഇങ്ങനെ വിവരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനെ നിശ്ചയിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? അവനെ നിശ്ചയിച്ചിട്ടുള്ളത് ഒന്നിലധികം ഇണകളെ സ്വീകരിക്കാൻ, അവരുമായി
ഒന്നിച്ചു പോകാൻ സാധിക്കുന്ന രൂപത്തിലാണ്. എന്നാൽ സ്ത്രീകൾ അള്ളാഹു അങ്ങനെയല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നു മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സ്വർഗ്ഗ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞു, ലം യത്മിത്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. അവരുടെ ഇണകൾക്ക് മുന്നേ, ഇണകൾക്ക് പുറമേ ഒരു മനുഷ്യനോ ജിന്നോ സ്പർശിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൊരു സ്ത്രീക്ക് ഒന്നിലധികം ഇണകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെ ശരിയാകും? അള്ളാഹു സ്വർഗത്തിലെ സ്ത്രീകളെക്കുറിച്ച് പറയുകയാണ്, ലം യത്മിത്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. അവരവരുടെ ഇണകൾക്ക് മുന്നേ ഒരു മനുഷ്യനോ ജിന്നോ സ്പർശിച്ചിട്ടില്ല. അവർക്കൊന്നിലധികം ഇണകളുണ്ട് എങ്കിൽ അതെങ്ങനെ ശരിയാകും? സ്ത്രീകൾക്ക് യോജിച്ച കാര്യമല്ല, അവരുടെ പ്രകൃതത്തിന് യോജിച്ച കാര്യമല്ല ഒന്നിലധികം ഇണകളുണ്ടാവുക എന്ന്. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവൻ്റെ പൂർണ്ണതയുടെ ഭാഗമാണത്. അവൻ്റെ പൂർണ്ണതയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അവനൊന്നിലധികം ഇണകളുണ്ടാവുക. അവനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രകൃതം അങ്ങനെയാണ്. എന്നാൽ ഇതറിയാത്ത വിവരദോഷികൾ, പരിഹസിക്കാനായി മാത്രം സംസാരിക്കുന്നവർ, ഹൃദയത്തിൽ കുഫർ വേരൂന്നിയവർ, അവരാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് പരിഹാസങ്ങൾ പറയുക. എന്നാൽ മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ മനസ്സിൽ ആഗ്രഹം ജനിപ്പിക്കുന്ന കാര്യമാണ്. അതിനാണ് അള്ളാഹു പറഞ്ഞത്, സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് മോഹമുണ്ടാക്കാനാണ് അള്ളാഹു ഇത് വിവരിച്ചത്, വേറൊന്നിനുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിവരിച്ചത് അതിനാണ്. നരകത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങളെ പേടിപ്പിക്കാൻ തന്നെയാണ്. അത് മോശമായ കാര്യമല്ല, മറിച്ച് അത് നല്ല കാര്യമാണ്. പണ്ഡിതന്മാർ അതിനു വേണ്ടി ഗ്രന്ഥങ്ങൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ക്രോഡീകരിച്ചിട്ടുണ്ട്. തർഗീബും തർഹീബും, ഈ വിഷയത്തിൽ തർഗീബും തർഹീബും, ആഗ്രഹം ജനിപ്പിക്കാൻ, അതുപോലെ ഭീതിപ്പെടുത്താൻ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഒരാൾ എത്ര അറിവ് നേടിയാലും ഈ വിഷയങ്ങൾ, അഥവാ സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹം ജനിപ്പിക്കുന്ന, നരകത്തെക്കുറിച്ച് പേടിയുണ്ടാക്കുന്ന ആയത്തുകളും ഹദീസുകളും അയാൾ പഠിക്കുകയും കേൾക്കുകയും തന്നെ വേണം. പിന്നെ ഒരു ഇടവേളകൾ വെച്ച്, അഥവാ അത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. മനസ്സിലായില്ലേ? നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദീൻ, അതിൻ്റെ പ്രബോധനം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അധ്യാപനം എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ദീനിൻ്റെ അഹ്കാമുകൾ പഠിപ്പിക്കുക, വിധിവിലക്കുകൾ പഠിപ്പിക്കുക. രണ്ടാമത്തത് വഅദ് നൽകുക, അഥവാ സതുപദേശങ്ങൾ, ഹൃദയത്തെ ചലിപ്പിക്കുന്ന കാര്യം. ഇത് രണ്ടും കൂടിയതാണ് ഇസ്ലാമിക ദഅവ. ഒന്ന് ഒഴിവാക്കി ഒന്ന് മാത്രം പിടിക്കുക എന്നതല്ല. എപ്പോഴും വഅദ് മാത്രം, ഉപദേശ, സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം, ദീനിൻ്റെ വിധിവിലക്കുകളൊന്നും പഠിപ്പിക്കുകയില്ല, അങ്ങനെയല്ല. എപ്പോഴും ഹുക്മുകൾ മാത്രം, ഇത് ഹലാൽ, ഇത് ഹറാം, ഇത് ഇങ്ങനെ, അതിങ്ങനെ, ഇങ്ങനെ ദീനിൻ്റെ വിധിവിലക്കുകൾ മാത്രം അതുമല്ല, മറിച്ച് അതിൻ്റെ കൂടെ വഅദ് വേണം. അതിൻ്റെ കൂടെ മനസ്സിന് ചലനമുണ്ടാക്കുന്ന, ഹൃദയത്തെ അതിൻ്റെ നൈർമല്യം നിലനിർത്തുന്ന കാര്യം വേണം. അതുകൊണ്ടാണ് മുഹദ്ദിസുകൾ അവരുടെ കിതാബുകളിൽ, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ നമുക്ക് കാണാം, കിതാബുർ റിഖാഖ്. ഇതാണ് ഈ റിഖാഖിൻ്റെ അധ്യായം എന്ന് പറഞ്ഞാൽ, ഹൃദയത്തിന് ഭയം ജനിപ്പിക്കുന്ന, അതുപോലെ സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹമുണ്ടാക്കുന്ന, ഹൃദയത്തിന് അതിൻ്റെ മാർദ്ദവമേകുന്ന, അതിൻ്റെ കടുത്തുറച്ചു പോകുന്ന അവസ്ഥ ഇല്ലാതാക്കുന്ന, അങ്ങനെയുള്ള ആയത്തുകൾ, ഹദീസുകൾ വിവരിക്കുന്ന അധ്യായം. ഹദീസിൻ്റെ കിതാബുകളിൽ ഉമ്മഹാത്തുൽ കുതുബ് എന്നറിയപ്പെടുന്ന ബുഖാരി, മുസ്ലിം പോലെയുള്ള കിതാബുകളിൽ നമുക്കത് കാണാം. സിഫത്തുൽ ജന്നത്തി വന്നാർ, സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള അധ്യായം. കിതാബുർ റിഖാഖ്, കിതാബു സുഹ്ദ്, ദുനിയാവിലെ വിരക്തി അതുണ്ടാക്കുന്ന അധ്യായം. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള സഹീഹിൽ അധ്യായത്തിൽ ആദ്യം കൊടുത്ത ഹദീസാണ് അദ്ദുനിയ സിജുനുൽ മുഅ്മിൻ ജന്നത്തുൽ കാഫിർ. ദുനിയാവ് മുഅ്മിനിൻ്റെ ജയിലാണ്, കാഫിറിൻ്റെ സ്വർഗമാണ് എന്ന ഹദീസ്. അപ്പോൾ ഇതെല്ലാം നമ്മെ എന്തു പഠിപ്പിക്കുന്നു? ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട് എന്ന കാര്യം പഠിപ്പിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. ഈ ദുനിയാവെന്ന് പറയുന്നത് നമ്മുടെ ശാശ്വത ലോകമല്ല. നമ്മളിവിടെ ഗരീബുകളാണ്, അല്ലെങ്കിൽ ആബിറു സബീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു ഉമറിൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ, കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. നീ ദുനിയാവിൽ ഒരു ഗരീബിനെ പോലെ ആയിത്തീരുക, ഒരു അപരിചിതനെ പോലെ. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴി യാത്രക്കാരനെ പോലെ ആയിത്തീരുക. ഇബ്നു ഉമർ അതിന് ശേഷം എപ്പോഴും പറയാറുണ്ടായിരുന്നു, അസ്ബഹ്ത ഫലാ തൻതദിർ المساء وإذا أمسيت فلا تنتظر الصباح. പകലായാൽ നീ വൈകുന്നേരം വരുമെന്ന് കാത്തിരിക്കേണ്ടതില്ല, വൈകുന്നേരമായാൽ നീ പകലാകുമെന്ന് കാത്തിരിക്കേണ്ടതില്ല.
മറിച്ച് നീ നിൻ്റെ ആരോഗ്യമുള്ള സമയം രോഗമുള്ള സമയത്തേക്ക് വേണ്ടി പണിയെടുത്തു വെക്കുക. നീ നിൻ്റെ ജീവിതം മരണത്തിന് ശേഷമുള്ള കാലത്തേക്ക് വേണ്ടി പണിയെടുക്കുക. ഇവിടെ സിജിനാണ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. അവൻ എത്ര ആസ്വദിച്ചാലും യഥാർത്ഥത്തിൽ അവന് ഈ ലോകം സിജിനാണ്, ജയിലാണ്. അവനെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഒരു കഥ പണ്ഡിതന്മാർ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയത് കാണാം. അദ്ദേഹം മിസ്റിലെ ഈജിപ്തിലെ ഖാദിയായിരുന്ന കാലത്ത് അദ്ദേഹം തൻ്റെ വലിയ കുതിരവണ്ടിയിൽ നല്ല വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ വഴിയരികിൽ വെണ്ണ വിറ്റുകൊണ്ടിരുന്ന ഒരു യഹൂദി ഉണ്ടായിരുന്നു. അയാളുടെ ശരീരമൊക്കെ ആകെ വെണ്ണയൊക്കെ പുരണ്ട് മലീമസമായിട്ടുണ്ട്. പിന്നെ ഹജറാകട്ടെ നല്ല വസ്ത്രം ധരിച്ച് അദ്ദേഹം മിസ്റിലെ ഖാദിയാണ്. വലിയ വാഹനത്തിൽ കയറി വരികയാണ്. അപ്പോൾ യഹൂദി പറഞ്ഞു, നിങ്ങളുടെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ ദുനിയ സിജുനുൽ മുഅ്മിൻ, ദുനിയാവ് മുഅ്മിനിൻ്റെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്ന്. എന്നിട്ട് ഇതെങ്ങനെ ശരിയാവും? കാരണം നിങ്ങൾ ഇത്രയും നല്ല അവസ്ഥയിലാണ് പോകുന്നത്, ഞാനാകട്ടെ എൻ്റെ കോലം ഇതാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അയാളോട് പറഞ്ഞു, നീ ഈ കുഫറിലായി ജീവിച്ചു മരിച്ച് നാളെ നരകത്തിൽ പോവുകയാണ് എങ്കിൽ ആ നരകവുമായി തട്ടിച്ചു നോക്കിയാൽ നീ ഇപ്പോൾ സ്വർഗത്തിലാണുള്ളത്. ഞാൻ മുഅ്മിനായി ജീവിച്ചു മരിച്ച് സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ ആ സ്വർഗവുമായി തട്ടിച്ചു നോക്കിയാൽ ഞാനിപ്പോൾ ജയിലിലാണുള്ളത്. പണ്ഡിതന്മാർ പറയുന്നു ഇയാൾ ഈ മറുപടിയിൽ അത്ഭുതപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് യഹൂദി. ഇതാണ് മുഅ്മിനുകളുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവർ ദുനിയാവിനെ നോക്കി കാണുക. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ദുനിയാവിനെ നീ നിനക്ക് സഞ്ചരിക്കാനുള്ള ഒരു കഴുതയെ പോലെ കാണുക. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, നീ നിൻ്റെ പ്രാഥമിക ആവശ്യം മലമൂത്ര വിസർജനം നിർവഹിക്കേണ്ടി വന്നാൽ പോകുന്ന ടോയ്ലറ്റ് പോലെ കാണുക എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഇത് വേണ്ടതുണ്ട്, സംശയമില്ല. പക്ഷേ പരലോകത്തേക്ക് നിന്നെ അടുപ്പിക്കുന്നതാക്കി തീർക്കുക. ഇവിടെ ഉള്ള സന്തോഷം സ്വാഭാവികമാണ്, ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല. ഇവിടെയുള്ള വ്യസനം ഉറപ്പാണ്, ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ സലഫുകൾ പറയുകയുണ്ടായി, നീ നിൻ്റെ സന്തോഷത്തെ ശുക്രാക്കി തീർക്കുക, നിൻ്റെ സങ്കടത്തെ സബറാക്കി തീർക്കുക, ക്ഷമയാക്കി തീർക്കുക. അള്ളാഹു പറയുന്നു, വഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ ശാശ്വതരായിരിക്കും. യാ സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ. അത് പറഞ്ഞാണ് ഈ ആയത്ത് അള്ളാഹു അവസാനിപ്പിച്ചിട്ടുള്ളത്. സ്വർഗത്തെക്കുറിച്ചുള്ള മുസഹഫ് എടുത്ത് നോക്കിയാൽ ആദ്യത്തെ വിവരണം ഈ ആയത്തിനാണുള്ളത്. അവരവിടെ ശാശ്വതരാണ്. ഖുലൂദ്, സ്വർഗവാസികൾ സ്വർഗത്തിനും നരകവാസികൾ നരകത്തിനുമായാൽ മരണത്തെ ഒരു ആടിൻ്റെ രൂപത്തിൽ കൊണ്ടുവരും. എന്നിട്ട് വിളിക്കും യാ അഹ്ലൽ ജന്ന, സ്വർഗക്കാരെല്ലാവരും നോക്കും. യാ അഹ്ലൻ നാർ, നരകക്കാരെ എന്ന് വിളിക്കും. നരകക്കാരെല്ലാം നോക്കും. ഹദീസിൽ കാണാം, സ്വർഗക്കാർ പേടിയോടെയാണ് നോക്കുക, നരകക്കാർ ഒരു പ്രതീക്ഷയോടെയാണ് നോക്കുക. അവർ വിളിക്കുകയാണ്, എന്തിനാണ് വിളിക്കുന്നതെന്ന് അറിയില്ല. എന്നിട്ട് അവിടെ വെച്ച് മരണത്തെ അറുത്തുകളയും, മരണത്തെ കൊണ്ടുവന്ന് അറുത്തുകളയും. മരണം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഒരു മഖ്ലൂഖാണ്, ഒരു സൃഷ്ടിപ്പാണ്. അത് ഇല്ലായ്മ എന്ന ഒരു സ്ഥിതിയല്ല. അള്ളാഹു പറഞ്ഞ എന്താ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അള്ളാഹു മരണത്തെ സൃഷ്ടിച്ചു എന്നാണ്. മരണം ഒരു മഖ്ലൂഖാണ്, ഒരു സൃഷ്ടിയാണ്. ജീവിതം ഒരു സൃഷ്ടിയാണ്. അല്ലാതെ മരണം എന്നാൽ ഇല്ലായ്മ എന്നൊരു അവസ്ഥയല്ല. മരണം അള്ളാഹുവിൻ്റെ ഒരു മഖ്ലൂഖാണ്, സൃഷ്ടിയാണ്. മരണത്തെ ഒരാടിൻ്റെ രൂപത്തിൽ കൊണ്ടുവരും, എന്നിട്ട് അറുത്തുകളയും. എന്നിട്ട് പറയും യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ലാ മൗത്ത് വയാ അഹ്ലൻ നാർ ഖുലൂദുൻ ലാ മൗത്ത്, സ്വർഗക്കാരെ ഇനിയുള്ളത് ശാശ്വത ജീവിതമാണ്, മരണമില്ല. നരകക്കാരെ ഇനിയുള്ളത് ശാശ്വത ജീവിതമാണ്, മരണമില്ല. സ്വർഗക്കാരുടെ സന്തോഷത്തിനൊപ്പം അതിൻ്റെ മുകളിൽ അപ്പോൾ സന്തോഷം വർദ്ധിക്കും. നരകക്കാരുടെ ഖേദത്തിനും വ്യസനത്തിനും സങ്കടത്തിൻ്റെയും മുകളിൽ വീണ്ടും ഖേദവും വ്യസനവും സങ്കടവും വർദ്ധിക്കുകയാണ്. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഹും ഫീഹാ ഖാലിദൂൻ, അതാണ് അള്ളാഹു പറഞ്ഞു വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ലോകത്തെ അത്ര മാത്രമേ സ്വർഗത്തിലുള്ളൂ എന്ന് സങ്കല്പിച്ചാൽ, പക്ഷേ സ്വർഗത്തിന് ഹുലൂദ്, ശാശ്വത ജീവിതം എന്ന ഒരു പ്രത്യേകതയുണ്ട് എന്ന് സങ്കല്പിച്ചാൽ, എങ്കിൽ പോലും ബുദ്ധിയുള്ളവൻ പണിയെടുക്കേണ്ടത് പരലോകത്തേക്ക് വേണ്ടിയാണ്. ഇവിടെയുള്ള അതേ പരലോകത്തുള്ളൂ, ഒന്നും അധികമില്ല.
പക്ഷെ ഒന്ന് മാത്രമുണ്ട്, എന്ത്? ഖുലൂദ്, ശാശ്വത ജീവിതമാണ്. എങ്കിൽ പോലും ബുദ്ധിയുള്ളവൻ പരലോകത്തേക്ക് വേണ്ടിയാണ് പണിയെടുക്കേണ്ടത്. പക്ഷേ ഇത് ഖുലൂദ് മാത്രമല്ല, മറിച്ച് ഖൈറുൻ വ അബ്ഖാ, ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നതും നിലനിൽക്കുന്നതാണ്. സ്വർഗത്തിലെ ഒരു കുളിർമയേകുന്ന കാറ്റിന് പോലും, സ്വർഗത്തിലെ കുളിർമയേകുന്ന ഒരു കാറ്റിന് പോലും ഈ ദുനിയാവ് ഒന്നാകെ വെച്ചാൽ പകരമാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറുൻ മിനദ് ദുനിയ വമാ ഫിഹാ. സ്വർഗത്തിലെ ഒരു ചമ്മട്ടി വെക്കാനുള്ള, ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം ഖൈറുൻ മിനദ് ദുനിയ വമാ ഫിഹാ, ഈ ലോകത്തെക്കാൾ അതിലുള്ള സകലതിനേക്കാൾ ശ്രേഷ്ഠമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെയുള്ള ഒരു പാനീയമെങ്ങാനും, അതിലൊരു തുള്ളി എങ്ങാനും ഭൂമിയിലേക്ക് എത്തിയാൽ ഭൂമി മുഴുവൻ അതിൻ്റെ പരിമളം പരക്കുമായിരുന്നു. ആളുകൾ ഇങ്ങനെ വാസന പിടിക്കും. ഒരു തുള്ളി എത്തിയാൽ, സ്വർഗസ്ത്രീകളിൽ ഒരു സ്ത്രീ എങ്ങാനും ഭൂമിയിലേക്കൊന്ന് എത്തി നോക്കിയിരുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എത്തി നോക്കിയിരുന്നുവെങ്കിൽ ലഅദാഅത് മാ ബൈനഹും, സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ അവളുടെ വെളിച്ചം നിറയുമായിരുന്നു, അവളുടെ പരിമളം പരക്കുമായിരുന്നു. വല നസീഫുഹ അല റഅസിഹാ ഖൈറുൻ മിനദ് ദുനിയ വമാ ഫിഹാ, അവളുടെ തലയിൽ അവൾ ധരിച്ച തട്ടമുണ്ടല്ലോ, അതാണ് ഖൈറുൻ മിനദ് ദുനിയ വമാ ഫിഹാ, ഈ ലോകത്തെക്കാൾ ഇവിടെയുള്ള സകലതിനേക്കാൾ ശ്രേഷ്ഠം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിൻ്റെ നബിമാർ മുഴുവൻ ലോകരെ പഠിപ്പിച്ച വിശ്വാസമാണിത്. അള്ളാഹുവിൻ്റെ നബിമാർ മുഴുവൻ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത കോടാനുകൂടി മനുഷ്യർ അവരുടെ സത്യസന്ധതയ്ക്ക് സാക്ഷികളാണ്. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അമ്പിയ മുഴുവൻ പഠിപ്പിച്ചതാണ് സ്വർഗവും നരകവും. അള്ളാഹുവിൻ്റെ കിതാബുകളിൽ മുഴുവൻ വന്നിട്ടുള്ളതാണ് സ്വർഗവും നരകവും. അള്ളാഹുവിൻ്റെ മുഴുവൻ കിതാബുകളിലും വന്നിട്ടുള്ള, അള്ളാഹുവിൻ്റെ മുഴുവൻ നബിമാരും വിശ്വസിച്ചിട്ടുള്ള സ്വർഗം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ പരലോക വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ കൂടെ പരിശുദ്ധ ഖുർആനിൽ പലതവണ വന്നിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ധാരാളം തവണ വന്നിട്ടുള്ള കാര്യമാണ്. ഇത് എപ്പോഴും നമ്മൾ ഓർക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ എപ്പോഴും ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനോട് ആരാണോ 3 തവണ സ്വർഗം ചോദിക്കുന്നത്, ഖാലത്തിൽ ജന്ന അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, സ്വർഗം പറയും, അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ആരാണോ റബ്ബിനോട് 3 തവണ നരകത്തിൽ നിന്ന് കാവൽ തേടിയത്, നരകം അള്ളാഹുവിനോട് പറയും, അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ, അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന്. വളരെ വളരെ സൂക്ഷിക്കുക, ആ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുക, നരകത്തെ ഭയന്ന് ജീവിക്കുക. അതിൽ യാതൊരു കുറച്ചിലുമില്ല. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ചില സൂഫികൾ പഠിപ്പിച്ചതുപോലെയല്ല കാര്യം. സ്വർഗം ആഗ്രഹിച്ച് അമൽ ചെയ്യുക, നരകം ഭയന്നുകൊണ്ട് അമൽ ചെയ്യുക, അതിൽ യാതൊരു തകരാറുമില്ല. കാരണം അള്ളാഹു ആഗ്രഹിപ്പിച്ച, അള്ളാഹു ഭയപ്പെടുത്തിയ കാര്യമാണ്. അള്ളാഹുവിൻ്റെ നബിമാർ ആഗ്രഹിച്ച, അള്ളാഹുവിൻ്റെ നബിമാർ ഭയപ്പെട്ട കാര്യമാണ്. അവരതിനു വേണ്ടി ദുആ ചെയ്തു, അതിനുവേണ്ടി അമൽ ചെയ്തു. അവിടെയുള്ള ഏറ്റവും വലിയ സുഖമാകട്ടെ റബ്ബിനെ നോക്കിക്കാണുക എന്നതാണ്. വരിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഏറ്റവും വലുത്. സ്വർഗവാസികളോട് അള്ളാഹു ചോദിക്കും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം നൽകാൻ പോവുകയാണ്, റിദായ ഫലാ അസ്ഖത്തു അലൈക്കും അബദ, ഞാൻ തൃപ്തിപ്പെടുകയാണ്. ഫലാ അസ്ഖത്തു അലൈക്കും അബദ, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല. ആ സമയത്ത് അവരുടെ മനസ്സിൽ നിറയുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ തുല്യതയില്ലാത്ത സന്തോഷമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, ദുനിയാവിലുണ്ടായിരുന്ന ഖൗഫ്, ഭയമെന്ന് പറയുന്ന ഇബാദത്ത് സ്വർഗത്തിലെത്തുന്നതോടെ അവസാനിക്കുന്നു. ഖൗഫ് എന്നത് ഹൃദയത്തിൻ്റെ ഇബാദത്താണ്, സംശയമില്ല. അത് സ്വർഗത്തിലെത്തുന്നതോടെ അവസാനിക്കുന്നു. മഹബത്ത് സ്വർഗത്തിനും അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനോടുള്ള സ്നേഹം അത് സ്വർഗത്തിൽ അവസാനിക്കുന്നില്ല. എന്നാൽ ഖൗഫ് അത് അള്ളാഹുവിൻ്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അത് അവിടെ അവസാനിച്ചു. എന്നാൽ അള്ളാഹുവിനെ തഅദീം ചെയ്യുക, അവനെ മഹത്വപ്പെടുത്തുക, അത് സ്വർഗത്തിലുമുണ്ട്, അതെല്ലായിടത്തും അവസാനിക്കുകയില്ല. എന്നാൽ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം സ്വർഗത്തിലെത്തുന്നതോടെ അവസാനിച്ചു. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, 2 അമ്നും 2 ഖൗഫും അള്ളാഹു ഒരാൾക്ക് നൽകുകയില്ല. എന്താണ് 2 അമൻ, 2 നിർഭയത്വം? ദുനിയാവിൽ ഒരാൾ അള്ളാഹുവിനെ പേടിച്ചില്ലേ, പരലോകത്ത് അള്ളാഹുവിനെ പേടിപ്പിക്കും. ദുനിയാവിൽ ഒരുവൻ അള്ളാഹുവിനെ പേടിച്ചോ, പരലോകത്ത് അള്ളാഹുവിന് നിർഭയത്വമേകും. 2 അമ്നും 2 ഖൗഫും ഒരാൾക്കും ഒരുമിച്ച് ലഭിക്കുകയില്ല. ഒരു അമ്ന്, ഒരു ഖൗഫ്,
അതേ ഓരോരുത്തർക്കും ലഭിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഈ ഭയപ്പാടോടെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. അള്ളാഹുവിൻ്റെ അദാബ് അത് പേടിക്കേണ്ടത് തന്നെയാണ്. വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ. മുഅ്മിനുകൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഹൃദയം നടുങ്ങി ജീവിക്കുന്നവരാണ്. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. പ്രവർത്തിക്കേണ്ടതെല്ലാം പ്രവർത്തിക്കുകയും ഹൃദയം നടുങ്ങുന്നവരുമാണവർ. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഖുലൂബുഹും വജിലത്തുൻ, ഹൃദയം നടുങ്ങുന്നവരാണവർ. നോക്കൂ, ഹൃദയത്തിലെ ഈ നടുക്കവും ഭീതിയും അള്ളാഹുവിനോടുള്ള പ്രതീക്ഷക്കൊപ്പം ശ്രേഷ്ഠമായ ഇബാദത്താണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾക്കപ്പുറം ഹൃദയം കൊണ്ടുള്ള ഈ ഇബാദത്ത്, ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനം 3 എണ്ണമാണ്. മഹബ്ബത്തു അൽ ഖൗഫ് റജ, അള്ളാഹുവിനോടുള്ള സ്നേഹവും ഭയവും പ്രതീക്ഷയും. അള്ളാഹുവിനോടുള്ള സ്നേഹവും ഭയവും പ്രതീക്ഷയും, മഹബ്ബത്തും ഖൗഫും റജാവും. ബാക്കി ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇതിന് ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് ഇത് നോക്കൂ, ഇത് ഹൃദയത്തിൽ നിറക്കുന്ന കാര്യങ്ങളാണ് ഖുർആനിലുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഖുത്ബ ആളുകൾ കേട്ടിറങ്ങിപ്പോകുമ്പോൾ അവരുടെ മനസ്സിൽ നിറയുന്നത് ഇതാണ്: അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും പ്രതീക്ഷയും. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ദീനിയായ സംസാരങ്ങളാണെന്ന് നമുക്ക് തോന്നുന്ന ചില സംസാരങ്ങൾ, ചില കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഈമാൻ വർദ്ധിക്കുകയല്ല ചെയ്തത്, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഖസ്വത്ത് ബാധിച്ചതായി, ഹൃദയത്തിന് കടുപ്പമുണ്ടായതാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ ഈ പഠിച്ച കാര്യം ശരിയാണോ അല്ലേ എന്ന് നമ്മൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അത് നോക്കണം ഒന്നുകൂടി. ഒന്നുകിൽ പഠിച്ച കാര്യം ശരിയാവില്ല, അല്ലെങ്കിൽ പഠിക്കുമ്പോഴുള്ള നീയത്ത് തെറ്റായിരിക്കും. കാര്യം ശരിയാണെങ്കിലും അതിലേക്ക് ഇറങ്ങി അവൻ്റെ നീയത്ത് മോശമാകും. ഏത് ദീനിയായ സംസാരമോ എഴുത്തോ ആകട്ടെ, അതിൽ നിന്ന് വിരമിച്ചാൽ, അതിന് പുറത്തേക്ക് എത്തിയാൽ നമ്മുടെ ഹൃദയത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ നന്നായി പരിശോധിക്കണം. ഹൃദയത്തിൽ ഒരു ഈമാനും കൂടിയില്ല, ഒന്നും സംഭവിച്ചില്ല എങ്കിൽ എവിടെയോ തകരാറുണ്ട്. ഒന്നുകിൽ പഠിച്ച കാര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ പഠിക്കുമ്പോഴുള്ള നീയത്തിലായിരിക്കും, അതിലേക്ക് ഇറങ്ങുമ്പോഴുള്ള നീയത്തായിരിക്കും. ആ സംസാരത്തിൻ്റെ നീയത്ത് നന്നായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം ശരിയായിട്ടുണ്ടാവില്ല. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഇത് നോക്കൂ, അടുത്ത ആയത്ത് റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു: ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون إن الله لا يستحيي തീർച്ചയായും അള്ളാഹു ലജ്ജിക്കുകയില്ല. ലാ യസ്തഹീ, അവൻ ലജ്ജിക്കുകയില്ല. അൻ യദ്രിബ മസലൻ, ഉദാഹരണം വിവരിക്കാൻ. ഉദാഹരണം വിവരിക്കുക എന്ന വാക്ക് ദറബ മസലൻ എന്ന പദം കൊണ്ടാണ് അത് അറിയിക്കാറുള്ളത്. ദറബ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ നമ്മൾ അതിൻ്റെ അർത്ഥം പഠിച്ചിട്ടുള്ള എന്താണ്? അടിക്കുക എന്നാണ്. പക്ഷേ മസൽ പറയുക, ഉദാഹരണം പറയുന്നതിന് അറബിയിൽ എന്ത് പറയും? ദറബ മസലൻ. ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുള്ളതാണ്. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ പറയരുത്. അതുപോലെ യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ദുരിബ മസലുൻ, ഇതാ ഒരു ഉദാഹരണം വിവരിക്കപ്പെടുന്നു. ഫസ്തമിഉ ലഹ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലൻ യഖ്ലുഖൂ ദുബാബ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെ പോലും പടക്കുകയില്ല. ഇവിടെ എന്താണ് പറഞ്ഞത്? അള്ളാഹു ലജ്ജിക്കുകയില്ല. അൻ യദ്രിബ മസലൻ, ഉദാഹരണം വിവരിക്കാൻ. മാ ബഊദതൻ ഫമാ ഫൗഖഹ, അതൊരു ബഊദത്താകട്ടെ. ഫമാ ഫൗഖഹ, അതിന് മുകളിലുള്ളതാകട്ടെ. ബഊദ എന്താണ്? ബഊദയുടെ അർത്ഥം കൊതുക്. ഒരു കൊതുകാകട്ടെ, അതല്ലെങ്കിൽ അതിനു മുകളിലുള്ളതാകട്ടെ, ഉദാഹരണം വിവരിക്കാൻ അള്ളാഹു ലജ്ജിക്കുകയില്ല. ഫഅമ്മ അല്ലദീന ആമനു, മുഅ്മിനുകളാരോ, വിശ്വസിച്ചവരാരോ, ഫയഅലമൂൻ, അവരറിയും, അവർ മനസ്സിലാക്കും, അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അത് അവരുടെ റബ്ബിൽ നിന്നുള്ള ഹക്കാണ്, സത്യമാണ് എന്ന്. വഅമ്മല്ലദീന കഫറു, എന്നാൽ കാഫിറുകളായ ആളുകൾ, അവിശ്വസിച്ചവർ, ഫയഖൂലൂൻ, അവർ പറയും, മാദാ അറാദല്ലാഹ്, എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത്, ബിഹാദാ മസല, ഈ ഒരു ഉദാഹരണം കൊണ്ട്. യുദില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ,
ഇങ്ങനെയാണ് അള്ളാഹു ഒരുപാട് പേരെ വഴിതെറ്റിക്കുന്നത്. വയഹ്ദി ബിഹി കസീറ, അത് മുഖേന അള്ളാഹു ഒരുപാട് പേരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യും. യുദില്ലു ബിഹി, അള്ളാഹു വഴികേടിലാക്കുന്നു. കസീറൻ, ധാരാളം പേരെ, അത് മുഖേന. യുദില്ലു ബിഹി, ആ ഉദാഹരണം മുഖേന, അവൻ്റെ ഹിക്മത്ത് അനുസരിച്ച്, അവൻ്റെ നീതി അനുസരിച്ച്. ഒരിക്കലും അത് അനീതിയല്ല. വയഹ്ദി ബിഹി കസീറ, അത് മുഖേന അള്ളാഹു ധാരാളം പേരെ സന്മാർഗത്തിലാക്കുന്നു. അത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, ഔദാര്യമാണ്. ആദ്യത്തേത് നീതിയാണ്, രണ്ടാമത്തെ ഔദാര്യമാണ്. വമാ യുദില്ലു ബിഹി, അള്ളാഹു അത് മുഖേന വഴികേടിലാക്കുകയില്ല ഇല്ലൽ ഫാസിഖീൻ, ഫാസിഖുകളെ അല്ലാതെ. ഫാസിഖുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഫിസ്ഖുൻ അക്ബറിൻ്റെ ആളുകളെയാണ്, അഥവാ കുഫറിൻ്റെ ആളുകളെയാണ്. ഫിസ്ഖ് പലതുണ്ട്. ഇസ്ലാമിൽ തന്നെ പുറത്തു പോകുന്ന ഫിസ്ഖുണ്ട്, അത് ഷിർക്കാണ്, അത് ഫിസ്ഖുൻ അക്ബറാണ്. ആ ഫിസ്ഖാണ് ഇവിടെ ഉദ്ദേശം. നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു, അവൻ ഒരു കൊതുകാകട്ടെ അതിനു മുകളിലുള്ളതാകട്ടെ ഉദാഹരണം വിവരിക്കാൻ ലജ്ജിക്കുകയില്ല. ഈ ആയത്തിൻ്റെ പശ്ചാത്തലമായ പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ രേഖപ്പെടുത്തി, അള്ളാഹു ഖുർആനിൽ ദുബാബിൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ, ഈച്ചയുടെ ഉദാഹരണം പറഞ്ഞപ്പോൾ, അങ്കബൂത്തിൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ, എന്താണ് അങ്കബൂത്ത്? എട്ടുകാലി. ഒരു സൂറത്തുണ്ടല്ലോ, മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത്ത് ഇത്തഖദത് ബൈത വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത് ലൗ കാനൂ യഅലമൂൻ. അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയെ പോലെ. അതൊരു വീടുണ്ടാക്കി. വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടെ വീടാണ് എന്ന് പറഞ്ഞാൽ, ആ വീട് നോക്കൂ നിങ്ങൾ, എട്ടുകാലിയുടെ വീട്. ചൂടിൽ ആ വീട്ടിൽ കയറിയാൽ യാതൊരു രക്ഷയുമില്ല. തണുപ്പത്ത് ആ വീട്ടിൽ കയറിയാൽ യാതൊരു രക്ഷയുമില്ല. കാറ്റത്ത് ആ വീട്ടിൽ കയറിയാൽ യാതൊരു രക്ഷയുമില്ല. ഇതുപോലെയാണ് അള്ളാഹുവിന് പുറമെ മറ്റുള്ള ഇലാഹുകളെ സ്വീകരിച്ചവരുടെ സ്ഥിതി. അവർക്കതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എട്ടുകാലിയുടെ ഉദാഹരണമാണ്, അത് വീടുണ്ടാക്കിയതുപോലെ. ഈ രൂപത്തിലുള്ള ഉദാഹരണങ്ങൾ റബ്ബ് പറഞ്ഞപ്പോൾ മുശ്രിക്കുകൾ പറയുകയുണ്ടായി, ഇതെന്താണ് ഇതുപോലെ എട്ടുകാലിയും ഈച്ചയും ഇതൊക്കെ ഉദാഹരണമായി പറയുന്നു. അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഒരു കൊതുകിനെ ഉദാഹരണമായി പറയാൻ അള്ളാഹു ലജ്ജിക്കുകയില്ല. അള്ളാഹു ലജ്ജിക്കുകയില്ല. ഈ ആയത്തിലെ മറ്റൊരു പാഠമാണ് അള്ളാഹുവിന് ഹയാ എന്ന സിഫത്തുണ്ട് എന്ന്. അള്ളാഹുവിന് ലജ്ജ എന്ന സിഫത്തുണ്ട്. അതുകൊണ്ടാണ് ഇതിന് അള്ളാഹു ലജ്ജിക്കുകയില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ അള്ളാഹുവിന് ഹയാ എന്ന സിഫത്തില്ല എങ്കിൽ ഇത് പറയുന്നതിൽ അർത്ഥമില്ല. അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒന്നാണ് അൽ ഹയ്യു. ഹൈ എന്ന പേര് നമുക്കറിയാം. ഹ കഴിഞ്ഞ് യാ, ഷദ്ദുള്ള യാ, എന്താണ് അതിൻ്റെ അർത്ഥം? എന്നൊന്നും ജീവിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹയാത്ത് എന്ന സിഫത്താണ് ആ പേരിൽ. എന്നാൽ അള്ളാഹുവിൻ്റെ മറ്റൊരു പേരാണ് ഹൈ. ഹ ഇന് ഫത്ത്, പിന്നെ കെസറുള്ള യാ, പിന്നെ വീണ്ടും യാ, ഹൈ. എന്താണ് അതിൻ്റെ അർത്ഥം? ഹയാ ഉള്ളവനാണ് റബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റബ്ബക്കും തബാറക വതആല ഹയ്യുൻ കരീമുൻ യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫറാ. നിങ്ങളുടെ റബ്ബ് അത്യുദാരനാണ്, ലജ്ജയുള്ളവനാണ്. അടിമ അവനിലേക്ക് ഇരു കൈകൾ ഉയർത്തിയാൽ ഒന്നും കൊടുക്കാതെ മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു. അള്ളാഹുവിൻ്റെ സിഫത്താണ്. എന്നാൽ അത് സൃഷ്ടികളുടെ ഹയാ പോലെയല്ല. സൃഷ്ടികളുടെ ഹയാ ചിലപ്പോൾ അവരുടെ അശക്തിയായിരിക്കും. എന്നാൽ റബ്ബിൻ്റെ ഹയാ അവൻ്റെ മറ്റേത് വിശേഷണങ്ങളും പോലെ അവൻ്റെ മഹത്വത്തിന് യോജിച്ച വിശേഷണമാണ്. ഒരു പടപ്പിൻ്റേതും പോലെയല്ല. അതതുപോലെ വിശ്വസിക്കുക നിർബന്ധമാണ്. അള്ളാഹു ഒരു കൊതുകിനെ ഉദാഹരണം പറയാൻ ലജ്ജിക്കുകയില്ല. ഫമാ ഫൗഖഹ, അതിനു മുകളിലുള്ളതും. ഈ മുകളിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തഫ്സീറുകളിൽ നമുക്ക് രണ്ട് ഖൗലും കാണാം. അതായത്, ഒന്ന് മുകളിൽ എന്നാണ് പറഞ്ഞത് എങ്കിലും അത് ഏതർത്ഥത്തിനാണ്? ഇപ്പം നമ്മൾ പറയുകയാണ് ഒരാളെക്കുറിച്ച്, ഇയാൾ കാറൂനെ പോലെ ഒരു പണക്കാരനാണ്. അപ്പോൾ ഒരാൾ വന്ന് പറയണെന്ത്? അല്ല, അതിലും മേലെയാണ്. അപ്പം അതിലും മേലെ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിനേക്കാൾ മോശമാണെന്ന അർത്ഥത്തിലാണ്. ഇയാൾ
ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ പേര് പറഞ്ഞ് പറയുകയാണ്, പണ്ട് കാലത്ത് വെച്ചോ ഹിറ്റ്ലറോ അങ്ങനെ ആരെങ്കിലും, അതുപോലെ ക്രൂരനാണ് അയാൾ. ക്രൂരനാണ് എങ്കിൽ അപ്പോൾ വേറൊരാൾ പറഞ്ഞു അല്ല അതിനേക്കാളും മേലെയാണ്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അതിനേക്കാളും ക്രൂരനാണ്. ഈ അർത്ഥത്തിൽ കൊതുക് പോലെ ചെറുതും നിന്ദ്യവും, കൊതുക് അത് ചെറുതിന് അതുപോലെ നിന്ദ്യമായതിന് ഉദാഹരണമായി അറബികൾ പറയാറുള്ളതാണ്. ഫമാ ഫൗക്ക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ചെറുതായാലും ശരി, അതിനേക്കാൾ മുകളിലുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനേക്കാളും ചെറുതായാലും ശരി അള്ളാഹു വിവരിക്കും. ഇങ്ങനെ ഒരു തഫ്സീർ പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മറ്റൊരു തഫ്സീർ എന്താണ്? നേർക്ക് നേരെ അർത്ഥം തന്നെ. കൊതുകാട്ട് അല്ലെങ്കിൽ കൊതുകിനേക്കാൾ വലുതായ, കൊതുകിനേക്കാളും ശക്തിയുള്ള ഒരു പ്രാണിയാകട്ടെ, ഈച്ച പോലെ. ഈച്ച കൊതുകിനേക്കാൾ ശക്തിയുള്ളതാണ്. അങ്ങനെ ഉള്ളതാകട്ടെ. ഈ രണ്ട് തഫ്സീറുകൾ പരസ്പരം എതിരല്ല. കാരണം അള്ളാഹുവിൻ്റെ കിതാബിൽ ഉള്ള പല പദങ്ങളും അങ്ങനെയാണ്. അതായത് അതിനേക്കാൾ ചെറിയതാകട്ടെ, അതിനേക്കാൾ വലിയതാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല വിവരിക്കേണ്ടി വന്നാൽ, ഉദാഹരണം പറയേണ്ടി വന്നാൽ ലജ്ജിക്കുകയില്ല. അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ പ്രത്യേകതയാണ് ഇതിലെ പല പദങ്ങളും ഒന്നിലധികം ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതും അതുപോലെ വിശാലമായ അർത്ഥം നൽകുന്നതുമാണ് എന്നത്. അതുകൊണ്ടാണ് സലഫുകളുടെ തഫ്സീറിൽ പലപ്പോഴും നമുക്ക് ഉദാഹരണങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള തഫ്സീർ നമുക്ക് കാണാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ ഉസൂൽ വിവരിക്കുന്ന കിതാബിൽ കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. സലഫുകളുടെ മുൻഗാമികളുടെ തഫ്സീർ കണ്ടാൽ ഈ തഫ്സീറിൻ്റെ ഇതിനാണ് മറ്റേ തഫ്സീർ എന്ന് ചില ആളുകൾക്ക് തോന്നും. പക്ഷെ അതങ്ങനെയല്ല. മറിച്ച് ഖുർആനിൻ്റെ ആശയങ്ങൾ, അർത്ഥങ്ങൾ പലതും പരസ്പരം പൂരകമാണ്. ഒന്ന് അതിലധികമുള്ള അർത്ഥം നമുക്ക് നൽകുന്നതാണ്. വിരുദ്ധമായ അർത്ഥങ്ങൾ അല്ല. അങ്ങനെയുള്ള ഭാഗങ്ങൾ വളരെ വളരെ കുറവാണ്. രണ്ട് തഫ്സീറുകൾ മുൻഗാമികളിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടു. ഇതിൽ ഏതാണ് ശരി എന്ന് സനദ് പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ടുന്ന അവസ്ഥ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് വാക്കുകളിലേക്ക് തെളിവിൻ്റെ പിന്നാലെ പോയി കണ്ടുപിടിക്കേണ്ട അവസ്ഥ വളരെ കുറവാണ്. സലഫുകളുടെ മുൻഗാമികളുടെ തഫ്സീർ എന്നാൽ പരസ്പര പൂരകങ്ങളാണ്, പരസ്പരം യോജിക്കുന്നതാണ്. അവർ ഉദാഹരണങ്ങളിലൂടെ കൂടുതലായി തഫ്സീർ വിവരിച്ച് നമുക്ക് മുൻകാല തഫ്സീറുകൾ, ഇമാം തബരിയുടെ തഫ്സീർ പോലെയുള്ള തഫ്സീറുകൾ എടുത്തു നോക്കിയാൽ ധാരാളമായി കാണാം. ഖുർആനിൻ്റെ അജായിബ് അത് അവസാനിക്കാത്ത അജായിബാണ്, അത്ഭുതങ്ങളാണ്. അള്ളാഹു പറയുന്നു മുഅ്മിനുകൾ മനസ്സിലാക്കും ഇത് അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണ്, അവരുടെ റബ്ബിൽ നിന്നുള്ള സത്യമാണ്. ഇതാണ് അങ്ങനെ പറഞ്ഞാൽ, അഥവാ ആ ഉദാഹരണത്തിൻ്റെ ഹിക്മത്ത്, അതിൻ്റെ പിന്നിലുള്ള യുക്തി അവർക്ക് മനസ്സിലായോ, അവരുടെ മഅരിഫത്ത്, അവരുടെ അറിവും അവരുടെ ഉൾക്കാഴ്ചയും അതിലൂടെ ഒന്നുകൂടെ വർദ്ധിക്കും. ഇനി അതവർക്ക് മനസ്സിലായില്ല എങ്കിൽ അവരെന്തു പറയും? നമ്മുടെ റബ്ബ് അവതരിപ്പിച്ചതാണ്, ഇത് സത്യമാണ് എന്ന് പറഞ്ഞ് അവരതിന് കീഴൊതുങ്ങും. നിങ്ങൾ നോക്കൂ സഹോദരങ്ങൾ, ഈ പാഠം നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെക്കുക. നിനക്ക് ഖുർആനിൻ്റെ സുന്നത്തിലെ ഒരു കാര്യം മനസ്സിലായില്ലേ? അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് നീ കേട്ടു. ദീനിലൊരു നിയമമോ ദീനിലൊരു നിർദ്ദേശമോ ഒരു വിലക്കോ എന്തോ ആകട്ടെ, അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് നീ കേട്ടാൽ ആദ്യം നീ വിശ്വസിക്കുക. എങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ഫലമായി അള്ളാഹു നിനക്ക് കൂടുതൽ വെളിച്ചം നൽകും, കൂടുതൽ ഹിദായത്ത് നൽകും. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദാ വആതാഹും തഖ്വാഹും. അതുകൊണ്ട് ആദ്യം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? വിശ്വസിക്കണം. അള്ളാഹു അവതരിപ്പിച്ചതാണ്. കുല്ലു മിൻ ഇൻദി റബ്ബിന, ഇതെല്ലാം നമ്മുടെ റബ്ബിൽ നിന്നുള്ളതാണ്. റബ്ബ് പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് മനസ്സിലായോ, ആദ്യം നീ അതിൽ വിശ്വസിക്കാണ് വേണ്ടത്. കാരണം ആലിമുൽ ഗൈബായ റബ്ബ് അവതരിപ്പിച്ചതാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ സത്യം പറയുന്ന മറ്റാരുണ്ട്? എങ്കിൽ ഇൻഷാ അള്ളാഹു നിനക്കതിൽ കൂടുതൽ വെളിച്ചവും ഉൾക്കാഴ്ചയും നൽകും. നിൻ്റെ ഹൃദയത്തിൽ അള്ളാഹു ഈമാൻ അലങ്കരിച്ചു വെച്ചു തരും. മുഅ്മിനിൻ്റെ ഹൃദയമാണ് അള്ളാഹു സൂറത്തു നൂറിൽ നൂറുൻ അലാ നൂർ എന്ന് വിശേഷിപ്പിച്ചതെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ഈ അർത്ഥത്തിനാണ്. അവൻ്റെ ഖൽബ് നേരത്തെ വെളിച്ചമുള്ളതാണ്, പിന്നീടതാ പഠനത്തിലൂടെ അള്ളാഹുവിൻ്റെ വഹിയിലൂടെ അവൻ്റെ ആ വെളിച്ചം വർദ്ധിക്കുകയാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ആ ഉദാഹരണങ്ങൾ നാം ഖുർആനിൽ വിവരിക്കുന്നു, അത് അറിവുള്ളവരല്ലാതെ തിരിച്ചറിയുകയില്ല. ചില സലഫുകൾ അതുകൊണ്ട് ഖുർആനിലെ ഉദാഹരണങ്ങൾ ഉള്ള ആയത്തുകൾ ഓതി മനസ്സിലായില്ല എങ്കിൽ
കരയുമായിരുന്നു. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കും വമാ യഅഖിലുഹ ഇല്ലൽ ആലിമൂൻ, അറിവുള്ളവരല്ലാതെ അത് ഗ്രഹിച്ചെടുക്കുകയില്ല. അതുകൊണ്ട് ഖുർആനിലെ ഉദാഹരണം ഗ്രഹിച്ചെടുക്കാൻ ഏറെ പരിശ്രമിക്കുക. ഖുർആനിലെ ഉദാഹരണങ്ങൾക്ക് അവിടെ നിൽക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു മണലിങ്ങനെ പാറ്റിവിട്ടതുപോലെയോ ഒരു കവിത പാടുന്ന വേഗത്തിലോ ഓതാതെ, മറിച്ച് ഖിഫു ഇൻദ അജായിബിഹ്, അതിൻ്റെ അത്ഭുതങ്ങൾക്കരികിൽ നീ നിൽക്കുക. വഹർരിഖു ബിഹിൽ ഖുലൂബ്, ഖുർആൻ കൊണ്ട് നീ നിൻ്റെ ഹൃദയത്തെ ചലിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചിന്ത ഈ സൂറത്ത് എപ്പോൾ തീരും എന്നിടത്താകരുത് ഖുർആൻ ഓതുമ്പോൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതാണ്. ഒരാൾ ഖുർആൻ ഒരുപാട് ഓതുന്നുണ്ട്, വേഗത്തിൽ ഓതുന്നുണ്ട്, അതൊരാളുടെ ശീലമാണ് എങ്കിൽ അത് തുടരുക. അത് കുറക്കാനല്ല ഞാൻ പറഞ്ഞത്. ഖുർആൻ ഒരു ജുസ്ഓ 2 ജുസ്ഓ അതിലധികമോ ഓതുന്ന ശീലമുണ്ടോ, കുറക്കരുത്, ഓത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഖുർആൻ ഉറ്റാലോചിച്ച് ഓതാൻ ഒന്നുകൂടി സമയം വേറെ കണ്ടെത്തുക. അല്ലാതെ പാരായണം ഒരിക്കലും എന്ത് ചെയ്ത് കുറച്ച് കളയരുത്. പാരായണം എത്ര വർദ്ധിക്കുന്നു അത്രയും ബറക്കത്താണ്. ഇത് മുബാറക്കായ ഗ്രന്ഥമാണ്. നോക്കൂ, മുഅ്മിനുകൾ ഇങ്ങനെയാണ് വിശ്വസിക്കും. എന്നാൽ കുഫാറുകൾ, മുനാഫിക്കുകൾ, അവർ പറയും അള്ളാഹു എന്താണ് ഇതിലൂടെ ഉദ്ദേശിച്ചത്. ഇങ്ങനെ അവരുടെ കാര്യം. അള്ളാഹു പറഞ്ഞു വഇദാ മാ ഉൻസിലത് സൂറത്തുൻ, സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ എന്താണ് കുഫാറുകളുടെ സ്ഥിതി? അവർ ചോദിക്കും, മുനാഫിക്കുകൾ ചോദിക്കും, അയ്യുക്കും ജാദതു ഹാദിഹി ഈമാന, ഇതുകൊണ്ട് നിങ്ങളിൽ ആർക്കാണ് ഇപ്പോൾ ഈമാൻ കൂടിയത്? അള്ളാഹു പറഞ്ഞു ഫഅമ്മല്ലദീന ആമനു ഫസാദത്ഹും ഈമാന വഹും യസ്തബ്ശിറൂൻ, മുഅ്മിനുകൾക്ക് അതുകൊണ്ട് ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട്, അവർ അതുകൊണ്ട് സന്തോഷിക്കും. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദത്ഹും റിജ്സൻ ഇലാ റിജ്സിഹിം, എന്നാൽ ഹൃദയങ്ങളിൽ രോഗമുള്ളവരുടെ മനസ്സിലെ മ്ലേച്ഛതക്കൊപ്പം മ്ലേച്ഛത വർദ്ധിക്കുകയാണ് അതുകൊണ്ട് ചെയ്തത്. അവർക്ക് ഖുർആൻ എന്താണ് വർദ്ധിപ്പിച്ചത്? ധിക്കാരമാണ് വർദ്ധിപ്പിച്ചത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ് ചില മോശക്കാരായ ആളുകളുടെ സ്ഥിതി. അള്ളാഹു ഹിദായത്തിന് അവതരിപ്പിച്ച ഗ്രന്ഥം കൊണ്ട് അവരുടെ കുഫർ വർദ്ധിക്കുകയാണ്. എങ്ങനെ? അവരതിനെ ഒന്നുകൂടി പരിഹസിക്കാനും നിഷേധിക്കാനുമാണ് അത് കാരണമാവുക. സുബ്ഹാൻ, അതിനേക്കാളും വലിയ ദൗർഭാഗ്യം എന്തുണ്ട്? അള്ളാഹു ഹിദായത്തിന് വേണ്ടി അവതരിപ്പിച്ചത് ഒരുവൻ്റെ നിഷേധം വർദ്ധിപ്പിക്കാൻ കാരണമാവുക എന്നത്. കുഫാറുകൾ അള്ളാഹു ഈ പരീക്ഷിക്കും. അവർ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ പരിഹസിക്കും. അള്ളാഹു ഖുർആനിൽ സൂറത്ത് മുദ്ദസിറിൽ പറഞ്ഞത് കാണാം, അലൈഹ 19, നരകത്തിൻ്റെ കാവൽക്കാരായി 19 മലക്കുകളുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു وما جعلنا أصحاب النار إلا ملائكة وما جعلنا عدتهم إلا فتنة للذين كفروا, നരകത്തിൻ്റെ കാവൽക്കാരായി നാം നിശ്ചയിച്ചത് മലക്കുകളെയാണ്, അവരുടെ എണ്ണം നാം കുഫാറുകൾക്ക് പരീക്ഷണമാക്കിയിരിക്കുന്നു. മുഅ്മിനുകൾക്ക് അതുകൊണ്ട് ഈമാൻ വർദ്ധിപ്പിക്കും. നേരത്തെ കിതാബ് നൽകപ്പെട്ടവർ അവർ അതിൽ വിശ്വസിക്കും. മുനാഫിക്കുകളും കുഫാറുകളും അതിനെ നിഷേധിക്കും. എന്താണ് ഇതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും. 19 മലക്കുകൾ നരകത്തിന് കാവൽക്കാരുണ്ട് എന്ന ആയത്തിറങ്ങിയപ്പോൾ മുശ്രിക്കുകളിലെ ഒരു മല്ലം പറഞ്ഞു, അതിൽ 2 ആളെ നിങ്ങളെല്ലാവരും കൂടി നോക്കുക, ബാക്കി ആളുകളെ ഞാൻ നോക്കിക്കോളാം. ആ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളെ അവരെ തോൽപ്പിച്ച് നമ്മൾ എത്ര പേരുണ്ട്, നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. സുബ്ഹാനല്ലാഹ്, കുഫറിൻ്റെ വർത്തമാനം നോക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, അവരിൽ ഒരു മലക്കിനെ നേരിടാൻ ഭൂമിയിലുള്ള മനുഷ്യന്മാർ മുഴുവൻ വിചാരിച്ചാലും സാധിക്കില്ല, ഒരു മലക്കിനെ നേരിടാൻ. എന്നിട്ടാണ് അവൻ പറയുന്നത് എന്ത്? അവരെ ഞങ്ങൾക്ക് നേരിട്ട് തോൽപ്പിച്ച് മല്ല യുദ്ധത്തിൽ തോൽപ്പിച്ച് നമുക്ക് നരകത്തിന് പുറത്ത് കിടക്കാമെന്ന്. അള്ളാഹു ഇത് പരീക്ഷണമായി നിശ്ചയിച്ചിരിക്കുന്നു. സക്കൂം വൃക്ഷം, നരകത്തിൽ നിന്ന് മുളച്ചു പൊങ്ങുന്ന വൃക്ഷം. കുഫാറുകൾ ചോദിച്ചു, അതെങ്ങനെ? തീയിൽ മരം മുളക്കാനോ? അള്ളാഹു അത് പരീക്ഷണമാക്കിയിരിക്കുന്നു. ഈ കുഫറിൻ്റെ വക്താക്കൾ അവരുടെ കുഫർ അതുകൊണ്ട് വർദ്ധിക്കുകയാണ് ചെയ്യുക. മുഅ്മിനുകളുടെ ഈമാനാണ് വർദ്ധിക്കുക. അവർക്കതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു വിവരിച്ച ഉദാഹരണങ്ങളുടെ സ്ഥിതിയും ഇങ്ങനെയാണ്. യുദില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. അള്ളാഹു അത് മുഖേന ഒരുപാട് പേരെ വഴികേടിലാക്കും, ഒരുപാട് പേരെ ഹിദായത്തിലാക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, യുദില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. ഈ പ്രയോഗത്തിൽ ചിലപ്പോൾ ആളുകൾക്ക് തോന്നും ഒരുപാട് മുഅ്മിനുകൾ ഒരുപാട് കാഫിറുകൾ. ശരിയാണ്, പക്ഷെ ഭൂരിപക്ഷം ആരാ?
ആരാണ് ഭൂരിപക്ഷം? കുഫാറുകളാണ്, സംശയമില്ല. ആർക്കാണ് സംശയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ സ്വർഗത്തിൽ കിടക്കുമ്പോൾ 999 പേർ നരകത്തിലാണ്. സഹാബത്ത് ചോദിച്ചു, അയ്യുനാദാക്കൽ വാഹിദ്, നബിയെ ആ ഒരാൾ ആരായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ശിറൂ, സന്തോഷിച്ചുകൊള്ളൂ, നിങ്ങളിൽ നിന്നൊരാളും യജൂജ് മഅജൂജിൽ നിന്ന് 999 എണ്ണവും. പണ്ഡിതന്മാർ പറഞ്ഞു, യജൂജ് മഅജൂജ് എന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് അവരെ മാത്രമല്ല, മുഴുവൻ കുഫാറുകളെയുമാണ്. യജൂജ് മഅജൂജ് കുഫാറുകളായ ഒരു മനുഷ്യവർഗമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളും മറ്റുള്ള ഉമ്മത്തുകളും എന്ന് പറഞ്ഞാൽ വെളുത്ത നിറമുള്ള ഒരു കാളയുടെ അല്ലെങ്കിൽ പശുവിൻ്റെ ശരീരത്തിലെ കറുത്ത രോമം പോലെയാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ച്, കറുത്ത നിറമുള്ള ഒരു കാളയുടെ ശരീരത്തിലെ വെളുത്ത രോമം പോലെയാണ് നിങ്ങളും മുസ്ലിമീങ്ങളും ബാക്കിയുള്ള കുഫറിൻ്റെ കോടാനുകോടി ഉമ്മത്തുകളും തമ്മിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർജു അൻ തകൂനു റുബു അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ 4/1 നിങ്ങളാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സഹാബത്ത് തക്ബീർ വിളിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3/1, വീണ്ടും തക്ബീർ വിളിച്ചു. അവസാനം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പകുതി. സഹാബത്ത് വീണ്ടും തക്ബീർ വിളിച്ചു. ചില ഹദീസുകൾ ഇതിലും അധികം വന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗക്കാർ 120 സഫാണ്, അതിൽ 80 ഈ ഉമ്മത്താണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. 120-ൽ 80 എന്ന് പറയുമ്പോൾ എത്രയായി? 3-ൽ 2ആയി, 3-ൽ പകുതിയിലധികമായി. സ്വർഗത്തെ ബഹുഭൂരിപക്ഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. അള്ളാഹു അക്കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നോക്കൂ, അതുകൊണ്ട് കസീറൻ എന്ന 2 ഭാഗത്തും വന്നതുകൊണ്ട് 2 കൂട്ടരും ഒരേ എണ്ണത്തിലാണെന്ന് അതിനർത്ഥമില്ല. ഒരുപാടുണ്ട്, ശരിയാണ്. പക്ഷേ മഹാഭൂരിപക്ഷം അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അവനെ നിഷേധിച്ചവരാണ്. അള്ളാഹുവിൻ്റെ ഹിക്മത്തിനാൽ അവൻ അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അള്ളാഹു അക്കൂട്ടരിൽ നിന്ന് മുഅ്മിനീങ്ങളെ തിരഞ്ഞെടുത്താൽ ആ തിരഞ്ഞെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റം ശുക്ർ കാണിക്കേണ്ട കാര്യമാണ്. വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, അള്ളാഹു ഫാസിഖുകളെ അല്ലാതെ വഴികേടിലാക്കുകയില്ല. അടുത്ത ആയത്തിൽ ഈ ഫാസിഖുകളുടെ വിശേഷണങ്ങളാണ്, അവരുടെ സ്വഭാവമാണ് അള്ളാഹു പറയുന്നത്. ഇൻഷാ അള്ളാഹ് നമുക്ക് വരുന്ന ദർസിൽ അത് വിശദീകരിക്കാം. അള്ളാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.